ശരി, ഞാൻ വിളിക്കാം. വസുമതി ആന്റി നല്ല ഫോമിലാണല്ലോ. പിന്നെ നിനക്കൊക്കെ മാത്രം ഫോമായ മതിയോ? നീ മാത്രം അങ്ങ് ഫോമായ മതിയോന്ന്? ലേലം വിളിച്ച് ഉറപ്പിക്കുമെന്നുള്ള മട്ടിലാണല്ലോ വിളി പോകുന്നത്. ഞാനിത് തിരിച്ചു പിടിക്കാൻ തന്നെയാ പോകുന്നത്. അതിനുള്ള പണവും കരുതിയിട്ടുണ്ട്. രേഖാമൂലം അതെല്ലാം വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. തിരിച്ചു പിടിച്ചിട്ട് മരുമകൾ പ്രീതിക്കും മകൻ അർജുനുമൊപ്പം സത്യഭാമയുടെ വീട്ടിൽ കയറി താമസിക്കണം. അങ്ങനെ ഒരു മധുര പ്രതികാരം വീട്ടണം. ഉപേന്ദ്രൻ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ വെച്ചാണ്. അതിലൊരു ലക്ഷ്യമാണ് ഈ വീടും ഈ വീടിന് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് സ്വത്തും. അതിന് തടസ്സം നിൽക്കാനാണ് ഭാവമെങ്കിൽ മകൻ വെള്ള തുണിയിൽ കൺമുമ്പിൽ പൊതിഞ്ഞു കിടക്കുന്ന കാണണോ? അതോ മരുമകളും മകനും കൂടി ഒരു കാർ ആക്സിഡന്റിൽ ലോറിക്കടിയിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന കാണണോ? പറയുന്നത് ഉപേന്ദ്രനാ. പറയുന്നത് ചെയ്ത് കാണിക്കാൻ തന്റെ ഇടമുള്ള ഉപേന്ദ്രൻ. 15 കോടി 13 ലക്ഷം രൂപയ്ക്ക് ലേലം ഞങ്ങൾ ഉറപ്പിക്കും. ഇനി ഒരൊക്കം നീ ഇവിടെ നിന്ന് വിളിച്ചാൽ നീയും തീരും, നിന്റെ മകനും തീരും. അങ്ങോട്ട് നോക്ക്. അപ്പൊ എങ്ങനാ വസുമതി ആന്റി? ഉള്ള നേരത്ത് വീട് പറ്റാൻ നോക്കല്ലേ? ഇങ്ങോട്ടൊന്ന് മാറുമോളെ. മേഡം, ഒരാളെയും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നിൽക്കുന്ന സകലരും ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നവരാ. എന്നുവെച്ചാ ഒരു ഇല ഇവിടെ അനങ്ങണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. പിന്നെ നിന്റെ മകൻ വക്കീലാന്നുള്ള നെകിളിപ്പൊന്നും ഇപ്പോ ഇവിടെ വേണ്ട. പിന്നെ 2 മിനിറ്റ് മതി. ഒന്നാവർത്തി മൂക്ക് പൊത്തിപ്പിടിച്ച തീരാവുന്ന ജീവൻ മാത്രമേ നിന്റെ മകന്റെ ഉള്ളിലുള്ളൂ. ഇവിടെ കോടികൾ കൊണ്ടുള്ള കളിയാ നടക്കുന്നത്. കോടി പൊതച്ച് മകൻ കൺമുന്നിൽ കിടക്കുന്ന കാണുണ്ടെങ്കിൽ എത്രയും വേഗം സ്ഥലം കാലിയാക്കിക്കോണം ഇവിടുന്ന്. അറിയാലോ എന്നെ. ഇനി ഒരു പറച്ചിലില്ല, ചെയ്യിക്കലേ ഉണ്ടാവും. എന്താ നിന്റെ ഉദ്ദേശം? പറടി. ലേലം 15 കോടി 13 ലക്ഷം രൂപയ്ക്ക് രോഹിത് എന്നയാൾ വിളിച്ചു നിർത്തിയിരിക്കുന്നതിൽ നിന്ന് ലേല നടപടികൾ പുനരാരംഭിക്കും. 15 കോടി 13 ലക്ഷം രൂപ ഒരു തരം, 15 കോടി 13 ലക്ഷം രൂപ 2 തരം, 15 കോടി 13 ലക്ഷം രൂപ 2 തരം. ഇനി വിളിക്കാനൊന്നും ആരുമില്ല. അതിലങ്ങ് ഉറപ്പിക്കും സാറേ. എന്നാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണമല്ലോ. ഒടുവിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചു ചോദിച്ച് രോഹിത്തിന്റെ പേരിൽ നമുക്കങ്ങ് ഉറപ്പിക്കാം. ലേലത്ത് ഉറപ്പിക്കും. വീട് നമുക്ക് തന്നെ. ഇനി 2 എണ്ണം കട്ടിക്ക് അടിക്കണം. അത്രയ്ക്കും ഇന്ന് പണിയെടുത്തിട്ടുണ്ട്. 15 കോടി 13 ലക്ഷം രൂപ 2 തരം. പതിനഞ്ച് കോടി 13 ലക്ഷം രൂപ 2 തരം. 15 കോടി 13 ലക്ഷം രൂപ. 15 കോടി 14 ലക്ഷം രൂപ. ഞാൻ സുബൈർ, ഒരു പ്ലാനറാ. ഒരു ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്നുണ്ട്, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി.
15,14,00,000 ഒരു തരം. ചിറ്റപ്പ, ഇയാളാരാ? നിനക്കറിയാവോ ഈ കുപ്പി നിറങ്ങിയ ഭൂതം ആരാണെന്ന്? എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ വിഷ്ണു ഇപ്പൊ ലോറി ഡ്രൈവറായിട്ട് പോകുന്നത് ഇയാളുടെ കമ്പനിയിലാ. അപ്പൊ വീട് തിരിച്ചു പിടിച്ച് തന്റെ ഡ്രൈവറെ ഏൽപ്പിക്കാനുള്ള വരവാ. ഇവനപ്പോ ഇതും കൊണ്ടേ പോവും. കൂട്ടി വിളിച്ച് നമ്മുടെ സ്വപ്നം തകർക്കാനാണ് ഇവന്റെ ഉദ്ദേശമെങ്കിൽ തീർക്കണം ഇവിടെ ഇട്ട് തന്നെ. ഒരു കുഞ്ഞു അറിയാതെ ഇയാളെ തെക്കോട്ടേക്ക് തന്നെ എടുക്കണം. ബദ്ര, അകത്തളത്തില് ഇവനും കൂടി ഇരിക്കാനുള്ള സീറ്റ് തരപ്പെടുത്തിക്കോ. ഇവൻ നമ്മുടെ കൈക്ക് പണിയാ. ഇറച്ചി മണ്ണ് പറ്റിക്കാനായി ഓരോരുത്തരും ഇങ്ങനെ കുറ്റിയും പറിച്ചുകൊണ്ട് വന്ന നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കയ്യിൽ മനുഷ്യക്കറ പറ്റിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആയുസ് എടുത്തു എന്നും പറഞ്ഞ് ചാവേറായി വരുന്ന ഇവനെയൊക്കെ കൊല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും ചന്ദ്രബോസ്? ചിറ്റപ്പ, ഇനി ഒന്നും ആലോചിക്കാനില്ല. കോടികൾ വാരിയെറിഞ്ഞ് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുക നമ്മള്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആര് തടസ്സം നിന്നാലും അത് ഒഴിവാക്കുക തന്നെ വേണം.